പ്രിയമനോപനിങ്ങളെ സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തുമായി കടന്നു വരുന്നതിന് മുമ്പ് മക്കയിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ഒരു ഉത്സവം, ആ ഉത്സവ ദിനത്തിൽ പതിവ് പോലെ അവിടുത്തെ പ്രതിഷ്ഠകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ബലികർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം. ജനങ്ങൾ ആളുകളെ കൊണ്ടുവരുന്നു, അവരുടെ ഗോത്രങ്ങളുടെ പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെല്ലുന്നു, മൃഗങ്ങളെ ബലിയർത്ത് കൊടുക്കുന്നു. ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അവിടെ ആ ബലി അർപ്പണത്തിൽ അത് സ്വീകരിക്കുന്ന ദൈവങ്ങളായി മാറ്റപ്പെടുന്ന ഒരു കാഴ്ച, ആ ദയനീയമായ കാഴ്ച കണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹം അവരോട് ചോദിക്കുന്ന നിമിഷത്തിൽ നബിയായിട്ട് വന്നിട്ടില്ല, ഒരു പ്രവാചകന്റെയും പ്രബോധനം മക്കയിൽ എത്തിയിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ആ കാഴ്ച കണ്ടിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ അഹ്ല മക്ക, ഈ മക്കക്കാരെ നിങ്ങൾക്ക് എന്ത് പറ്റി? ഈ ആടുകളെയൊക്കെ പടച്ചവനാണ് അള്ളാഹുവല്ലേ, ഈ ആടുകളെയൊക്കെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അത് മാത്രമല്ല, അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഇറക്കി കൊടുത്തവനും അള്ളാഹുവാണ്. അവർക്ക് ഭക്ഷിക്കാനുള്ള സസ്യലതാദികളെ മുളപ്പിച്ചവനും അതേ അള്ളാഹുവല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ബലികർമ്മം നിർവഹിക്കുന്നത് എന്ന് ആ മനുഷ്യർ വളരെ യുക്തിഭദ്രമായ നിലയിൽ ആ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം ജനങ്ങൾ സമ്പൂർണമായി അവഗണിച്ചു കളഞ്ഞു. ആ അവഗണിക്കുന്ന സമൂഹത്തിൽ ഉറക്കെ അദ്ദേഹം കവിതയിലൂടെ പറയുന്നുണ്ട്, ഈ മതമുണ്ടല്ലോ, ഏകദൈവമെന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഈ മതത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചര്യ, ആ പഴയ ജീവിത രീതി, അതാണല്ലോ ഏറ്റവും നല്ലത്. ഇബ്രാഹിമിന്റെ മതമാണല്ലോ. ഒരു ദൈവമാണോ, അതെ ഒരുപാട് ദൈവങ്ങളാണോ നല്ലത് എന്ന് ആലോചിച്ചു പോകും. ഒരുപാട് വഴികളാണോ നല്ലത്, അത് ശരിയായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണോ നല്ലത് എന്ന് ആലോചിക്കൂ എന്ന് പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ പോലും നബി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ നുബൂവത്ത് ലഭ്യമായിട്ടില്ല, ആ ഒരു പ്രബോധനങ്ങൾക്ക് നടന്നിട്ടില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ പോലും ഒരു സാമാന്യ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു ചർച്ചയാണ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഉദ്ഹിയ കർമ്മത്തിലേക്ക് അടുക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഒന്നാമത്തേത്, ബലി അത് എപ്പോൾ നിർവഹിച്ചാലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആയിരിക്കണം എന്നുള്ളതാണ്. ബലികർമ്മം അത് നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ നിർവഹിക്കപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ വിശ്വാസവും അതുപോലെ തന്നെ ആ മനുഷ്യന്റെ ഉദ്ദേശവും വളരെ പ്രധാനപ്പെട്ടതാണ്. ബലിമൃഗത്തിന്റെ മാംസവും അള്ളാഹു കൊണ്ടുപോകുന്നില്ല, രക്തവും അള്ളാഹു കൊണ്ടുപോകുന്നില്ല. നമ്മൾക്കിടയിൽ വിധിക്കപ്പെടുകയും നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഭക്ഷിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ നടത്തുന്ന അറവ് പോലൊരു അറവല്ല ബലികർമ്മം എന്നുള്ളത്. ആ ബലികർമ്മം നിർവഹിക്കുന്ന മനുഷ്യന്റെ വിശ്വാസവും ആ മനുഷ്യന്റെ ഉദ്ദേശവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി സൽമാൻ ഫാരിസി രണ്ട് കൂട്ടുകാരുടെ കഥ പറയുന്നുണ്ട്. രണ്ട് കൂട്ടുകാർ ഒരുമിച്ചൊരു യാത്ര പോയി. ആ യാത്ര മധ്യ അവർ ചെന്ന് വിടുന്നത് ഒരു പ്രത്യേക ആചാരങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. അതിനൊന്നും പരിചിതമല്ലാത്ത അപൂർവമായ ചില ആചാരങ്ങൾ നിൽക്കുന്ന നാടാണത്. ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത്. ആ നാട് വഴി കടന്നു പോകുന്ന, ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു മനുഷ്യനും ആ നാട്ടിന്റെ ഏറ്റവും വലിയ പ്രതിഷ്ഠയെ പ്രസാദിപ്പിച്ചുകൊണ്ടല്ലാതെ കടന്നു പോകാൻ പാടില്ല. ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ മക്ബറകളിൽ മറ്റുമൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ആചാരങ്ങൾ, പ്രത്യേകമായ നേർച്ചകളും ഉള്ളതുപോലെ ചില വഴിപാടുകൾ അവിടെയും ഉണ്ടായിരുന്നു. ആ വഴിപാടിന്റെ രൂപം എന്നുള്ളത് ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്നിനെ ബലി കൊടുക്കാതെ ഈ ഗ്രാമത്തിൽ കടന്നൊരു മനുഷ്യനും മടങ്ങി പോകാൻ പാടില്ല. അത് അവർക്ക് ദോഷമാണ്, ആ ഗ്രാമീണർക്ക് ദോഷമാണ്. അതുകൊണ്ട് അവർ രണ്ട് ചങ്ങാതിമാർ അവിടെ എത്തി രണ്ടുപേരോട് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ബലി കൊടുത്തിട്ട് വേണം പോകാനാണ്. അവർ ഉള്ളത് പറഞ്ഞു ഒഴിവാക്കാൻ ശ്രമിച്ചു. കാരണം ആദർശപരമായി അവർക്ക് യോജിക്കുന്ന സംഗതിയില്ല. രണ്ടാമത് അവരുടെ കയ്യിൽ ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല, ബലി കൊടുക്കാനോ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി നൽകണമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലും ഒന്ന്, ഒരു ഈച്ചയെങ്കിലും ബലി കൊടുക്കാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. അത്രയും ഷടിച്ചവർ പറഞ്ഞപ്പോ, ബലാത്കാരമായി ഒരു പിടിച്ചു വെച്ചപ്പോ ഒരു ചങ്ങാതി എന്ത് ചെയ്തു, ഒരു ഈച്ചയെ തല്ലിക്കൊന്ന് അവിടെ ഇട്ടു. ഒരു ഈച്ചയില് വേറെ വലിയ സംഭവം ചെയ്തിട്ടില്ല. ഒരു ഈച്ചയെ തല്ലിക്കുന്ന ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഇട്ടു. അയാളോടത്തെ തടിയൊപ്പി, അയാൾ രക്ഷപ്പെട്ടു പോയി. രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടുകാരൻ ചെയ്തതുപോലെ ഒരു ഈച്ചയെ തല്ലിക്കൊന്നാലും മതി.
ഒരു ഈച്ചയുടെ ജീവനെങ്കിലും ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ പ്രസാദിപ്പിക്കാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ലാണ്. അയാൾ പറഞ്ഞില്ല, ഞാൻ തയ്യാറില്ല. അള്ളാഹുവിന്റെ ജീവികൾ ഒന്നിനെ അള്ളാഹു അല്ലാത്തതിന്റെ മുമ്പിൽ ബലി കൊടുക്കാൻ എന്റെ ആദർശം അനുവദിക്കുന്നത്, എന്റെ വിശ്വാസം അനുവദിക്കുന്നത് ഞാൻ ചെയ്യില്ല എന്ന്. അവസാനം ആ മനുഷ്യനെ ആ പ്രതിഷ്ഠയ്ക്ക് അവർ ബലി കൊടുത്തു. അയാളെ കൊന്നു. ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ അയാൾ പ്രസാദിപ്പിക്കാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യനെ കൊന്നു കളഞ്ഞു. ഈ രണ്ടുപേരുടെയും റിസൾട്ട് എന്താണെന്നും സൽമാൻ ഫാരിസി വളരെ വ്യക്തമായി പറഞ്ഞു. ആദ്യത്തെയാൾ ഒരു ഈച്ച കാരണം നരകത്തിൽ പോവുകയും രണ്ടാമത്തെയാൾ ഒരു ഈച്ച കാരണം സ്വർഗത്തിൽ പോവുകയും ചെയ്തു എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ചിന്തകളുടെ കോണിൽ എവിടെയെങ്കിലും അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ഒരു പ്രതിഷ്ഠയെ, ഒരു ആദൈവത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിയെ തൃപ്തിപ്പെടുത്താവുന്ന ഒരു പെരുമാറ്റമായിട്ട്, ഒരു പ്രവൃത്തിയായിട്ട് നമ്മുടെ ഉദഹിയത്തോ നമ്മുടെ കുർബാനുകളോ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് ശിർക്കാണ്. അത് ബഹുദൈവത്വമാണ്. നമ്മൾ നടത്തുന്ന സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. 5 നേരം നമസ്കരിക്കുമ്പോഴും അല്ലാഹുവിനോട് വിശ്വാസികൾ പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അല്ലാഹുവേ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ നമസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ബലികർമ്മങ്ങൾ എല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് അല്ലാഹുവേ എന്ന്. ഇതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം കൃത്യമായ ഓരോ വിശ്വാസിയും പ്രതിജ്ഞ എടുത്തിട്ട് ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ നേരെയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല, അംഗീകരിക്കില്ല. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്ന അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിബിധങ്ങളിൽ നിന്ന് കേട്ട ചില രഹസ്യങ്ങളൊന്ന് പങ്കുവെക്കുമോ എന്ന്. ചില രഹസ്യങ്ങൾ, എന്തായാലും മരുമകനാണ്, അടുത്ത ആളാണ്, പ്രവാചകനുമായി നല്ല അടുപ്പമുള്ള വ്യക്തിയാണല്ലോ, എല്ലാവരോടും പറയാത്ത ചില രഹസ്യങ്ങൾ താങ്കളോടും പറഞ്ഞിട്ടുണ്ടാകും, ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രഹസ്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് വെളിപ്പെടുത്താതിരിക്കുമ്പോഴാണല്ലോ ഒന്ന്. രഹസ്യമായതൊന്നും പരസ്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് മാന്യതയില്ല. അത് രഹസ്യമായിട്ടിരിക്കട്ടെ, എന്നാലും ചിലത് പറയാൻ എനിക്കുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത് റസൂല് പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു നീണ്ട ഹദീസാണ്. 4-5 കാര്യങ്ങൾ ഇനി പറയുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട്, മതത്തിനകത്ത് പുത്തനാചാരങ്ങൾ കടത്തിക്കൂട്ടിയവൻ, ഈ മതത്തിനകത്തും പുതിയ ആചാരങ്ങളും സംസ്കാരങ്ങളും കടത്തിക്കൂട്ടിയവൻ, അവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മാതാപിതാക്കളുടെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തിയെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടയാളങ്ങൾ മാറ്റിയവനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടയാളങ്ങൾ, ഇതിനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. അടയാളങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിർത്തികളാണ് എന്ന്. അതിർത്തികൾ രേഖപ്പെടുത്തുന്ന സൂചന ബോർഡുകളും അതിനൊക്കെ തന്നെ അതിർത്തി കല്ലുകൾ, സർവേ കല്ലുകളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ മാറ്റിയിട്ടിട്ട് തന്റെ അധികാരപ്രതിയുള്ള പ്രദേശത്തിന് വിശാലത കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കാണിക്കുന്ന ചില പരിപാടികളാണ്. എങ്ങനെയെങ്കിലും അടുത്തുള്ള വീട്ടുകാരന് 2 സെന്റിന്റെ 1/4 സെന്റ് കൂടി ഇപ്പുറത്താക്കാൻ വേണ്ടി രാമാനം വീട്ടിൽ എഴുന്നേറ്റ് നിന്നിട്ട് സർവേക്കല്ലുകൾ മാറ്റിയിടുക. റോഡിന്റെ സമീപത്താണ് വീട്ടിൽ വസ്തുവൊക്കെ ഉള്ളതെങ്കിൽ റോഡ് കയറ്റി അങ്ങോട്ട് മതിൽ കെട്ടുക. പൊതുമുതലെങ്കിൽ കൊണ്ടുപോകാനുണ്ടല്ലോ, നമുക്ക് ഒരുപാട് കൊണ്ടുപോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ആവശ്യമാണ്. നമ്മുടെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വല്ലവന്റെയും സ്വത്ത് കൂടി വെട്ടിപ്പിടിക്കാൻ, പൊതുമുതലും വെട്ടിപ്പിടിക്കാൻ, ഗതാഗത സൗകര്യങ്ങൾക്ക് തടസ്സം നിൽക്കാനൊക്കെ നമുക്ക് വലിയ ആവശ്യവും അസുഖമാണ്. ഇത്തരത്തിൽ പൊതുവായ നിലയിലുള്ള സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ അതിർത്തിക്കല്ലുകളും അതിരുകളും ഒക്കെ മാറ്റിയിട്ടിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരുണ്ടല്ലോ, അവരെ കൂടി ഉദ്ദേശിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്നാണ് മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒന്നാമത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവിന്റെ ശാപമാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ അക്കമിട്ട് നിരത്തിയ 4 കാര്യങ്ങളിൽ ഒന്നാമത് റസൂൽ പറഞ്ഞതാണ് എന്ന്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നുണ്ടെങ്കിൽ അവന് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്, വലിയ ഗൗരവപ്പെട്ട വിഷയം. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഓരോ ഉദഹിയത്തിന്റെയും സദുദ്ദേശമാകേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവുമായിരിക്കണം. വിശുദ്ധ ഖുർആൻ അതാണ് ആവശ്യപ്പെടുന്നതും. കന്നുകാലികൾ എന്ന സമ്പാദ്യം, അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയ ആ പടച്ചവനോടുള്ള നന്ദിയായിട്ട് വേണം നിങ്ങൾ ബലികർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ. മറ്റു സമൂഹത്തിനും ഉണ്ടായിരുന്നു അത്. അപ്പൊ അള്ളാഹുവിന്റെ മാത്രം തൃപ്തിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം ഓരോ ബലികർമ്മങ്ങൾ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ ആ ദൈവങ്ങൾ തൃപ്തിപ്പെടുത്താനാകാൻ പാടില്ല, ഔലിയാക്കൾ തൃപ്തിപ്പെടുത്താൻ പാടില്ല. പല നേർച്ചകളും വഴിപാടുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും പടച്ചവനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം അന്നും ഇന്നും പറഞ്ഞത്. 1.25 ലക്ഷം പ്രവാചകന്മാർ, 100 ഏടുകൾ, 4 കിതാബുകൾ, ആയിരക്കണക്കിന് പ്രവാചകന്മാരെ നിഷ്ഠൂരം വധിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ അനുയായികളെ അത് ക്രൂരമായി കൊന്നുകഴിട്ടുണ്ട്. എന്തിനെന്നറിയുമോ? അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞതിന്റെ പേരിൽ. ആ അള്ളാഹുവിന്
പറഞ്ഞെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടക്കില്ലായിരുന്നു, ഈ പ്രവാചകന്മാർക്ക് ഈ കഷ്ടത ഉണ്ടാകുമായിരുന്നില്ല. ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് എത്രയോ സഹസ്രാബ്ദങ്ങൾ കടന്നു വന്ന ഈ ആദർശം ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട്, ഈ മതത്തിന്റെ വേലിയെ വിളവ് തിന്നും പോലെ ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരെ, മരിച്ചുപോയ ഔലിയാക്കളെ, പ്രവാചകന്മാരെ, അവർക്ക് വേണ്ടി വഴിപാടുകൾ, അവരോട് പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടി ഉദഹിയകൾ, അവർക്ക് വേണ്ടി കുർബാനകൾ. എത്ര വലിയ വിരോധാഭാസമാണ്, എത്ര വലിയ അബദ്ധമാണ് നമ്മൾ ചെയ്യുന്നത്. ഉദഹിയത്തിന്റെ ചർച്ചയോട് ചേർത്തുള്ള സംസാരിക്കുന്നത്. ബാക്കി ആയത് എന്താണ്? ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന ഉദഹിയെ കുറിച്ച് സംസാരിച്ചത് പറയാണ്. ഇലാഹുക്കും ഇലാഹു വാഹിദ്, ഉദഹിയത്തടക്കം ബലികർമ്മം അടക്കം നിങ്ങൾ ചെയ്യുന്ന സർവ്വ ആരാധനകൾക്കും അർഹനായിട്ട് ഒരേ ഒരു ഇലാഹേ ഉള്ളൂ. ആ ഒരു അല്ലാഹുവിനെ മാത്രം നിങ്ങൾ അനുസരിക്ക്, അവന് മാത്രം സമ്പൂർണ്ണമായ കീഴടക്കം, അവന് വേണ്ടി മാത്രം ആരാധനകൾ, അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥനകൾ എന്ന് വിശുദ്ധ ഖുർആൻ ഒരിക്കൽ കൂടി തൗഹീദ് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അല്ലാഹു ബലിയുടെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഓർമ്മ വേണം, ഓരോ ബലികർമ്മങ്ങളും അല്ലാഹുവിന് മാത്രമാണ് ആരാധനകളെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ്. ഇവിടെ രണ്ടാമത് വലിയ ചിന്ത ഈ ആയത്തിലാണെങ്കിലും ആ സെയ്ദ് അംറിന്റെ ചരിത്രവും ചെന്ന് നിൽക്കുന്ന മറ്റൊരു ചിന്ത എന്നുള്ളത് ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾക്ക് ഏകനായ ഒരു ഇലാഹുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പഴയ കാലങ്ങളിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അത്ര പ്രസക്തമായിരുന്നില്ല, അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം ജനങ്ങൾക്ക് വലിയ ആശങ്കയുള്ള ഒരു ചോദ്യമായിരുന്നില്ല ഇത്. ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു നമ്മളെല്ലാം സൃഷ്ടികളാണ് എന്ന്. അത് ഇന്നത്തെ വിദ്യാഭ്യാസവും സമ്പ്രദായങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും സ്വമേധയാ തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ സൃഷ്ടികളാണ്, ഒരു ദൈവം നമുക്കുണ്ട് എന്ന്. പക്ഷെ ഇന്നത് മാറി. ദൈവമുണ്ടോ എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചോദ്യം. ദൈവമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തനത്തോടുകൂടി ഈ ചോദ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയ മനുഷ്യനെ വല്ലാതെ ഇല്ല എന്ന വിശ്വാസത്തിലേക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. ലോക ജനസംഖ്യയിൽ 10% ആൾക്കാർ നിരീശ്വരവാദികളാണ്, ദൈവനിഷേധികളാണ് എന്ന കണക്ക്. ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് വെപ്പെങ്കിലും 90% വിശ്വാസികൾ എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ തന്നെ വലിയൊരോളം ജനങ്ങൾ ജനിച്ചു പോയതിന്റെ പേരിൽ വിശ്വാസങ്ങൾ നടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിടയിൽ മുസ്ലിമായി അവർ ജീവിക്കുന്നു എന്നത് മാത്രമാണ്. അല്ലാഹുവിലോ ദൈവത്തിലോ വിശ്വാസങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവർ കാണുന്ന ഈ പുതിയ വിദ്യാഭ്യാസ രീതികൾ, ഇന്നത്തെ ആനുകാലിക ചർച്ചകൾ, സോഷ്യൽ മീഡിയകൾ, അവിടെയൊക്കെ വന്ന വലിയ വലിയ ചർച്ചകളുണ്ട്. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് ദൈവമുണ്ടോ? ദൈവമുണ്ട്, അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്ന്. പഴയൊരു സിനിമയില് അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ വയലാറൊരു പാട്ടുണ്ട്. ആ പാട്ട് എന്ത് പറയുന്നതും ഈ മനുഷ്യനാണ് മതങ്ങൾ ഉണ്ടാക്കിയത്, മതങ്ങൾ ദൈവങ്ങളെയും ഉണ്ടാക്കി, എന്നിട്ട് മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണും മനസ്സും പങ്കിട്ടു, ജനങ്ങളെ കൊണ്ട് തമ്മിലടിപ്പിച്ചു എന്ന്. ഈ ലോകം ഭ്രാന്താലയമായി മാറി എന്ന ആ പാട്ടിന്റെ സാരാംശം എന്നുള്ളത് മനുഷ്യനാണ് ദൈവത്തെ ഉണ്ടാക്കിയത് എന്നാണ്. ഇപ്പോൾ മൈത്രേയൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ യുക്തിവാദിയും നിരീശ്വരവാദിയും അയാൾ ഇപ്പോഴും പറയുന്ന ഒരു വാചകം വളരെ പ്രസിദ്ധ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ദൈവമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് സമ്മതിച്ച തീരാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. അങ്ങനെ സമ്മതിച്ചു കൊടുക്കുക. ദൈവം ഇല്ലെന്നല്ല പറഞ്ഞത്, ദൈവമുണ്ട്, പക്ഷെ ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അതുകൊണ്ട് ആ ദൈവത്തെ കിട്ടിയാൽ രണ്ടിടി ഞാൻ ഇടിക്കുമെന്ന് അത് പറഞ്ഞാൽ, ആ ദൈവത്തെ കിട്ടിയാൽ രണ്ടിടി ഞാൻ ഇടിക്കുമെന്ന്. കാരണം ആ ദൈവം ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. ഈ ലോകത്ത് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്നത്, യുദ്ധക്കെടുതിയിൽ മരിക്കുന്നത്, ഓരോ ഭൂകമ്പങ്ങളിലും ഓരോ പ്രകൃതി ദുരന്തങ്ങളിലും ആയിരങ്ങളും 10,000ങ്ങളും നിഷ്ഠൂരമായി മരിക്കുന്നത്, പിഞ്ചു മക്കൾ വിശന്ന് മരിക്കുന്നത്, ഇതെല്ലാം കണ്ട് സുഖിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ കണ്ട് രണ്ടിടി ഇടിക്കുമെന്ന്. ജനങ്ങളെല്ലാം ശരിയാണ് കൊള്ളാത്തത്. എന്നിട്ട് അയാൾ ഒന്നുകൂടി പറയാണ്, ദൈവം ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും ഈ ദൈവം അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ എന്നെങ്കിലും സൃഷ്ടിക്കാതിരിക്കണ്ടേ, എന്നെങ്കിലും സൃഷ്ടിക്കാതിരിക്കണ്ടേ. ദൈവത്തെ ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്ന എന്നെ സൃഷ്ടിച്ചു വിട്ടവനാണ് ദൈവമെങ്കിൽ അത് എത്ര മണ്ടനാണ് എന്നതാണ് അത് പറയുന്നത്. ഇതാണ് മനുഷ്യൻ. ഈ ചിന്താഗതി കേൾക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പ്രഥമ ദൃഷ്ടി ആ കൊള്ളാതാണ്. ഇങ്ങനെ ദൈവം ഉണ്ടായിട്ടാണോ ഈ ലോകത്ത് മനുഷ്യർ പട്ടിണി കിടന്ന് മരിക്കുന്നത്? ഈ ലോകത്ത് അക്രമകാരികൾ വാഴുന്നത് എന്തുകൊണ്ട് അവതാര പിറവിയായി ഇറങ്ങി വന്നിട്ട് അക്രമകാരുടെ കൈചെടുക്കുന്നില്ല, കണ്ണീരൊപ്പുന്നില്ല, വിഷപ്പടക്കുന്നില്ല, ദൈവം ഭൂമിയിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി വരുന്നില്ല എന്ന മട്ടിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലും നമ്മുടെ വഴി പ്രശ്നങ്ങളിലും നമ്മുടെ തമ്മിലടിയും നമ്മുടെ അതിർത്തി സത്യങ്ങളിലും ഒക്കെ ഇടപെടുകയും നമുക്ക് നേരിട്ട് ഇടപെട്ടുള്ള വിഷയങ്ങൾ നടക്കുന്നത് സന്ധിയാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് ജനങ്ങൾ മനുഷ്യന്റെ ദൈവത്തെ കാണുന്നത്. അങ്ങനെ അവതരിപ്പിച്ചിട്ട് ദൈവത്തിനൊരു പവറും ഇല്ലാത്തതുപോലെ നമുക്കിടയിൽ ഒരു സാധാരണക്കാരനായി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് ദൈവം അവതരിക്കാൻ നടക്കുന്ന കാര്യമാണ്. ഒരു പ്രവാചകന്മാരെ പോലും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഒരു വാദഗതിയാണ് ഇത്. ജനങ്ങളുടെ എന്ത് ചെയ്യുക, ജനങ്ങളുടെ ചിന്തകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വാദഗതി. ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ സത്യത്തിൽ തെളിവുകളുടെ പോലും ആവശ്യമില്ല. ഈ തെളിവുകൾ ധാരാളമുണ്ട്, ഇല്ലെന്നല്ല. വിശുദ്ധ ഖുർആൻ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്തു. സത്യത്തിൽ തെളിവിന്റെ പോലും ആവശ്യമില്ല. കാരണം ദൈവമുണ്ട് എന്നത് അടിസ്ഥാനപരമായി
മനുഷ്യന്റെ ജന്മവാസനയാണ്. എല്ലാ മനുഷ്യനും ജനിക്കുമ്പോൾ അവന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസമാണ് ആരാധനാബോധം, ദൈവവിശ്വാസം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു റസൂലും പറയാണ്, ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ ദൈവബോധമുണ്ട്, ആരാധനാബോധമുണ്ട്, അവന്റെ ഇലാഹിനോട് പ്രതിബദ്ധതയുണ്ട്. എല്ലാ മനുഷ്യനും അങ്ങനെയാണ്. ഈ ലോകത്ത് മനുഷ്യൻ ദൈവവിശ്വാസിയാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിന് പറയാൻ സമയമൊന്നുമില്ല. അവർ പണ്ടേ വിശ്വാസികളാണ്. എന്ന് മുതലാണ് നീ നിരീശ്വരവാദിയായതെന്ന് ചോദിക്കാം. എന്ന് മുതലാണെന്ന് ചോദിച്ചാൽ പറയാം, ഞാൻ പഠിക്കാൻ ഇറങ്ങി 25 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, അതുപോലെ ഞാൻ നിരീശ്വരവാദിയാണ്. ദൈവത്തെ നിഷേധിക്കുന്നതിന് തുടക്കം എല്ലാവരും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ദൈവവിശ്വാസത്തിന് ആരും തുടക്കം കാണില്ല. അവർ പണ്ടേ അങ്ങനെയാണ്. ജന്മന എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു വികാരമാണ് ദൈവബോധം എന്നുള്ളത്. അതാണ് ഇവിടെ എന്ത് എല്ലാവരും പറഞ്ഞു പോകുന്നതും അതേ ആശയമാണ്. എല്ലാ മനുഷ്യനും ബോൺ ബിലീവേഴ്സ് എന്ന ഗ്രന്ഥത്തിലും ജന്മന തന്നെ വിശ്വാസത്തിൽ ജനിച്ചവർ മനുഷ്യർ എന്നതാണ് ടൈറ്റിൽ പോലും ഗ്രന്ഥത്തിന്റെ. അതിൽ പറയുന്ന മെയിൻ കാര്യവും ഓരോ മനുഷ്യവും പിറന്നു വീഴുമ്പോൾ തന്നെ അവൻ വിശ്വാസിയാണെന്നുള്ളതാണ്. പിറന്നു വീഴുമ്പോൾ തന്നെ എല്ലാ മനുഷ്യനും വിശ്വാസിയാണ്. ആ വിശ്വാസത്തെയാണ് ഫിത്രത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്നതിന്, ദൈവമുണ്ട് എന്നതിന് മനുഷ്യന് സംശയമില്ല. പക്ഷെ അവന്റെ പരിസ്ഥിതികളും ചുറ്റുപാടുകളും ബാഹ്യമായ ചില പ്രേരണകളും പിന്നീട് ഉണ്ടാക്കുന്ന ചിന്താക്കുഴപ്പങ്ങളുണ്ട്. ആ ചിന്താക്കുഴപ്പങ്ങൾ മനുഷ്യനുണ്ടാകും. അവന്റെ വഴിതെറ്റും. വിശ്വാസപരമായും കർമ്മപരമായും മനുഷ്യൻ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി സത്യത്തില് മതത്തിന്റെ ആവശ്യമുണ്ടോ? മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ നല്ലവനാണ്. ഏതെങ്കിലും കുട്ടികൾ സ്വമേധയെ കള്ളം പറയാറുണ്ടോ? അവൻ വഞ്ചിക്കാറുണ്ടോ? കാപട്യം കാണിക്കാറുണ്ടോ? ദൈവത്തെ നിഷേധിക്കാറുണ്ടോ? കുട്ടികളാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ തുടക്കം എന്നുള്ളത്. ആ കുട്ടിത്വത്തിൽ അവർ ദൈവവിശ്വാസികളാണ്. അവർ സത്യം മാത്രം പറയുന്നവരാണ്, കാപട്യമില്ലാത്തവരാണ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്, വെറുക്കാൻ അറിയാത്തവരാണ്, വിദ്വേഷം വയ്ക്കാത്തവരാണ്. ഇതൊക്കെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ഗുണങ്ങളാണ്. ഈ വിശ്വാസവും മനുഷ്യന്റെ ഈ ഗുണങ്ങളും അവന്റെ ബാഹ്യ പ്രേരണകൾ കാരണത്താലും അവന്റെ സാഹചര്യങ്ങൾ മൂലവും മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അവർ വഴി കാണിക്കാൻ, വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും മനുഷ്യനെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് വേദങ്ങൾ ഇറങ്ങിയത്. അല്ലാതെ മനുഷ്യൻ നല്ലതാവാൻ ഖുർആൻ വേണമെന്നൊന്നുമില്ല. എല്ലാവരും നല്ലവരാ, എല്ലാവരും നല്ലവരാ. ഒരു മനുഷ്യന് മോശമില്ല. നന്മ നല്ലവനായി ജീവിക്കാൻ മതത്തിന്റെയോ വേദത്തിന്റെയോ ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയിട്ടും കള്ളത്തരങ്ങൾ ചെയ്യാതിരിക്കാൻ, കാപട്യങ്ങൾ കാണിക്കാതിരിക്കാൻ അവന് വഴികാട്ടി ആവശ്യമാണ്. വിശ്വാസപരമായി അവൻ ചതിയിൽപ്പെടാതിരിക്കാൻ വഴികാട്ടി ആവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്നില്ല? പലിശ നിശ്ചിതമാണ് എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നമ്മുടെ മുമ്പിൽ വന്നതുകൊണ്ടാണ്. പലിശ മോശമാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. മദ്യപാനം മോശമാണെന്ന് എല്ലാ മനുഷ്യനും അറിയാം. അതിന് മുസ്ലിം ആവണമെന്നില്ല. അതൊരു മോശം ഹാബിറ്റാണ്, ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് അറിയാൻ ആർക്കറിയാത്തത്? എല്ലാ ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാ മനുഷ്യർക്കും അറിയാം. അത് പറയാൻ മതത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ അത് കുടിക്കുമ്പോൾ മുസ്ലിങ്ങൾ മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? അത് പാടില്ല എന്ന് പറഞ്ഞ് വഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ഉപദേശം കൂടി ചേരുമ്പോ മനുഷ്യന് കൃത്യമായ ഒരു വഴി ഉണ്ടാകും, ഒരു തെളിച്ചം ഉണ്ടാകും. ആ തെളിച്ചമാണ് ഖുർആൻ സംസാരിക്കുന്നത്. ആ തെളിച്ചം മാത്രമാണ് ഖുർആൻ. ഈ തെറ്റിദ്ധാരണ ദൈവം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണെന്ന് പറഞ്ഞു പോയവർ ഈ ദുനിയാവിൽ മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയാത്തവനാണോ നാളെ പരലോക സ്വർഗ്ഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ചിന്താളൊക്കെ ഇവിടെ വലിയ സ്വീകാര്യതയുണ്ടായി. ദൈവത്തെ ധിക്കരിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ബാഹ്യശക്തികളുടെ പ്രേരണകൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിലേക്ക് ചിന്ത ഇട്ടു കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ചിന്തിക്ക്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരം വെളുപ്പിച്ച് പ്രഭാതത്തിൽ നേരത്തെ പള്ളിയിലേക്ക് കടന്നു വന്ന് ബിലാൽ ബിൻ റബീ റബാഹ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്ക് ബിലാലേ എന്ന് നമസ്കരിക്കാമെന്ന് നിറഞ്ഞ കണ്ണുകളോടെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ബാങ്ക് വിളിച്ച് പൂർത്തിയായപ്പോഴും പ്രവാചകൻ കണ്ണീർ തുടയ്ക്കുന്ന കാഴ്ചയാണ്. അപ്പോഴും കരയുന്ന കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലേ, ഈ പ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് കരയുന്നു എന്ന് ചോദിക്കുമ്പോ 2 ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ബിലാലെ. 2 ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറുനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്നവർക്ക്. രാവും പകലും മാറി മറിയുന്നതിൽ അവിടെയും ദൃഷ്ടാന്തങ്ങളുണ്ട് ചിന്തിക്കുന്നവർക്ക്. അതുകൊണ്ട് കിടന്നും വീഴുന്നും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത്ഭുതങ്ങളുണ്ട് ബിലാലെ എന്ന് പറഞ്ഞ ഈ ആയത്ത് ഇറങ്ങിയത് ഇത് പാരായണം ചെയ്തിട്ടും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നില്ലെങ്കിൽ അവൻ നാശം തന്നെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവുണ്ട്. അല്ലാഹു ഉണ്ട് എന്നതിന്റെ ആ ഒരു തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകം അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒന്നും താനെ ഉണ്ടാവില്ല എന്നുള്ള സാമാന്യ ബുദ്ധിയാണല്ലോ. ഒന്നും താനെ ഉണ്ടാകില്ല എന്നുള്ള സാമാന്യ ബുദ്ധി അത് മാത്രം മതിയാകും. ഈ മഹത്തായ പ്രപഞ്ചം, ഈ ഭൂമി, ഇതിന്റെ സംവിധാനങ്ങൾ
ഇതെല്ലാം പടച്ച ഒരാളുണ്ട്. ഞാൻ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യരെ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ അല്ലാഹുവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. ഈ ശരീരത്തിന്റെ ഘടന, ഇതിനെ സൃഷ്ടിച്ച രൂപം, ഇതിന്റെ പ്രവർത്തനങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതൊക്കെ ആലോചിച്ചു നോക്ക്. നിങ്ങൾ തന്നെ ദൈവത്തിലേക്കുള്ള തെളിവുകളാണ് നിങ്ങൾ ഓരോ മനുഷ്യരും, ഈ ഭൂമി ലോകത്തുള്ള ഓരോ സൃഷ്ടികളും. മാത്രമല്ല ഇതിന്റെ ആസൂത്രണം രാവിലെയും പകലിനെയും കൃത്യമായി സജ്ജീകരിച്ചു. ജീവിതത്തിന് ക്രമം നമുക്ക് നൽകി. ഇങ്ങനൊരു ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്തിയതല്ല. ഈ നമ്മൾ ജനിച്ച് ജീവിക്കുമ്പോ ഇവിടെ എങ്ങനെയാണ് ജീവിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചത്. നമ്മൾ മനുഷ്യർ പിറന്നു വീഴും, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മണ്ണ് തിന്നിട്ട് വെള്ളത്തിനുള്ളിൽ ജീവിക്കേണ്ടവരാണ് എന്ന് നമുക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? നമ്മൾ മണ്ണ് തിന്നിട്ട് വെള്ളത്തിൽ ജീവിക്കേണ്ട, കടലിനകത്ത് മുങ്ങിക്കിടക്കണം, അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് നമുക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? നമുക്കാരായി വഴി കാണിച്ചത്? നമ്മൾ ഇങ്ങനെ കായ്കളും പഴങ്ങളും മൃഗങ്ങളും മാംസങ്ങളും ഒക്കെ കഴിച്ച് മണ്ണിന് മീതെ കൂടുകൾ കൂട്ടി കുടുംബങ്ങളായി വിവാഹം കഴിച്ച് ഇങ്ങനെ ജീവിക്കണമെന്ന് ആരാണ് നമ്മൾ പഠിപ്പിച്ചത്? നമ്മൾ പഠിപ്പിച്ചത് ആരാണ്? അല്ലാഹുവാണ്. അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനും എനിക്ക് ജീവിതം കാണിച്ചവനുമാണ് എന്റെ ദൈവമെന്ന്. നമുക്കൊരു ജീവിതത്തിന്റെ ഒരു മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചവൻ, അതാണ് ദൈവം. അതാ ദൈവത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യൻ ചിന്തിച്ചു നോക്ക്, ജീവിതത്തിന്റെ ഈ സൃഷ്ടിപ്പാണെങ്കിലും ഇതിന്റെ ഈ ക്രമീകരണങ്ങളാണെങ്കിലും ഇതെല്ലാം അല്ലാഹുവിന്റെയാണ്. വിശുദ്ധ ഇംഗ്ലീഷ് ഭാഷയിൽ ഗോഡ് എന്ന വാക്കിനെ അതിനെ വിശദീകരിക്കുമ്പോൾ ജി എന്നുള്ളത് ജനറേറ്റർ, സൃഷ്ടാവ് എന്ന നിലയാണ് കൊടുക്കുന്നത്. ഓ എന്നുള്ളത് ഓർഗനൈസർ, ഇതിനെയൊക്കെ സജ്ജീകരിക്കുന്നവൻ, ഇതിനെയൊക്കെ സംവിധാനിച്ചവൻ, ഇതിനെ ക്രമീകരിക്കുന്നവൻ. ഈ ഒരു രീതിയിൽ, ഈ മെത്തേഡിൽ ഇതിന്റെ പ്രകൃതിയുടെ കണക്കുകളെ പടച്ചവൻ കൈകൊണ്ട് എഴുതിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗലീലി പറഞ്ഞതാണ്, പ്രകൃതിയുടെ നിയമങ്ങൾ, പരിസ്ഥിതിയിൽ കാണുന്ന ഈ ജീവിത രീതിയുടെ നിയമങ്ങൾ ഉണ്ടല്ലോ, അത് റിട്ടൺ ബൈ ദ ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരങ്ങളാൽ എഴുതപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു പോയവരുണ്ട് ഇവിടെ. ദൈവം നിശ്ചയിച്ച കുറെ വ്യവസ്ഥകളുണ്ട് ആ രീതിയിലെ ജീവിതം നിലനിൽക്കുന്നത്. അവസാനത്തത് പറയുന്നത് ഗോഡിന്റെ ഡി എന്നുള്ള ഡിസ്ട്രോയർ ആണ്, സംഹാര രൂപിയുമാണ് ദൈവം എന്നുള്ളത്. സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള ആ ഒരു സാമാന്യ പ്രയോഗമുണ്ടല്ലോ, ആ വാക്കിലേക്കാണ് ഗോഡ് എന്ന ആ വാക്ക് പോലും സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് വെപ്പ്. അതാണ് കണക്കാക്കുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും നമ്മളുടെ വിശ്വാസവുമായിട്ടും നമ്മുടെ ദൈവിക സങ്കല്പവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കൂട്ടി വായിച്ചു എന്ന് മാത്രം. അതാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ബാഹ്യമായി നടക്കുന്ന പ്രേരണകളും ചിന്തകളും തെറ്റിദ്ധരിച്ചുകൊണ്ട് ദൈവനിഷേധികളായി മാറുന്നവർ ധാരാളമുണ്ട്. ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തമായ ചോദ്യമാണ്. ചിന്തിക്ക് മനുഷ്യരെ ചോദ്യങ്ങൾ ചോദിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് തൃപ്തിയുള്ള മനസ്സുണ്ടാകുന്നത്. അസ്വസ്ഥമായ നമുക്ക് അന്നാസ്വാദാവിന് ജഹീലു എന്ന പ്രയോഗമുണ്ട് അറബിയിൽ. ജനങ്ങൾക്ക് അജ്ഞമായതിനോട് അവൻ ശത്രുവായിരിക്കുമെന്ന്. തന്റെ അജ്ഞതയോട് ശത്രുത പുലർത്തുന്നവനാണ് മനുഷ്യൻ. ഇത് കോമൺ ഒരു സ്വഭാവമാണ് മനുഷ്യന്റെ. നമുക്കൊരു കാര്യം ക്ലാരിറ്റി ഇല്ല, ഒരു അറിവില്ല. ഇനി ഉടനെ എന്താ പറയും, അതൊക്കെയാണ് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോ എന്തുമാത്രം കമ്പ്യൂട്ടറിന് എതിരെ വിമർശനമാണ്. ആദ്യകാലത്ത് മൊബൈൽ വന്നപ്പോൾ മൊബൈൽ ആർക്ക് ഉപയോഗിക്കാനും പിടിപ്പിടുത്തില്ല. എന്തിനാണ് അതൊക്കെ മാറ്റിവെക്കുന്നത്, മൊബൈൽ ഭയങ്കര റേഡിയേഷൻ ആണ്, അങ്ങനെ അതിനെതിരെ വിമർശനം. ഇപ്പൊ എല്ലാവരും ഇനി ഇല്ലാത്ത ആരുമില്ലേ? ഇപ്പൊ എല്ലാവരും സ്മാർട്ട് ഫോൺ ആയപ്പോഴത്തേക്ക് അത് ജീവിതത്തിന്റെ ഭാഗമായി മാറി. നമുക്കൊരു പരിജ്ഞാനമില്ലാത്ത, നമുക്ക് പിടുത്തമില്ലാത്ത ഏതൊരു സ്ഥാനത്തിനെ നമ്മൾ വിമർശിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ പൊതു സ്വഭാവം. ആ സ്വഭാവമാണ് ഇന്ന് യുക്തിവാദികൾക്കിടയിലുള്ളത്. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു ആരാധനാബോധമുണ്ട്. ദസ്തയോവ്സ്കി എന്ന് പറയുന്ന നാസ്തികൻ പറഞ്ഞൊരു വാചകമുണ്ട്, ആരെങ്കിലും ആരാധിക്കാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന്. കാരണം മനുഷ്യൻ അങ്ങനെയാണ് പടക്കപ്പെട്ടത്. ആരെങ്കിലും ആരാധിക്കാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു നാസ്തികന്റെ വെപ്പ്. എന്തുകൊണ്ട്? ദൈവത്തെ ആരാധിക്കാത്തവൻ അവന്റെ ഹൃദയത്തിൽ അവന്റെ നേതാവിനെങ്കിലും പൂജിക്കുന്നുണ്ടാകും. സ്വന്തം നേതാവിനെ ഒരു പ്രതിഷ്ഠയായി ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടാകും. ഇല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ, ചില ആശയങ്ങൾ, ഒന്നുമല്ലാത്തവൻ ഒന്നിനെയും ആരാധിക്കുന്നില്ല എങ്കിൽ അവൻ അവനെ തന്നെയാണ് ആരാധിക്കുന്നത്. എന്താണ് ജീവിതം, എന്താണ് മരണം, എവിടെ ദൈവം, ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാത്ത മനുഷ്യന്റെ വിഭ്രാന്തിയാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾക്ക് ഭ്രാന്ത് പിടിച്ചത്, അയാളുടെ കുറിച്ച് വിശദമായി വിവരിക്കുന്നത് അയാൾക്ക് ഭ്രാന്ത് പിടിച്ചത് ദൈവത്തെ നിഷേധിച്ച ഒരു കാലഘട്ടത്തിലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു പോവുകയും ആ വിശ്വാസങ്ങൾ അയാൾക്ക് കൃത്യമായ ധാരണ ഇല്ലാതിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഭ്രാന്ത് പിടിച്ചത്, ഉന്മാദം പിടിപെട്ടത്. ആ അവസ്ഥയിലാണ് ജീവിച്ചത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇരുട്ടിനെ പേടിച്ചിട്ട് വിളക്ക് കൂട്ടുവെക്കുമായിരുന്നു എന്ന് ആ ഒരു കാലം ഉണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്. ഇരുട്ടിനെ പേടിച്ചിട്ടേ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഉറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉന്മാദം പിടിച്ചൊരു കാലഘട്ടം, ദൈവനിഷേധിയായ ഒരു കാലഘട്ടം. പക്ഷെ പിന്നീട് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന മനുഷ്യൻ ചാരകസയിൽ സുഖമായി ഉറങ്ങുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്ന ലോകം. ഈ വിശ്വാസം കൊണ്ടുവന്ന മാറ്റമാണ്. അത് ഒരു വിശ്വാസം ഇല്ലാത്തിടത്തോളം ആ മനുഷ്യനുണ്ടാകുന്ന ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ്. സ്വന്തം അസ്തിത്വം പോലും ഈ മാതാപിതാക്കൾ ഒരു രാത്രിയാണ്
കാണിച്ച അബദ്ധത്തിന്റെ ഈ സൃഷ്ടിപ്പായി പോയല്ലോ ഞാൻ. എന്തായിരുന്നു അവർ നമ്മളോട് കാണിച്ചത്? ഞാൻ എന്തിനാണ് എന്നെ ഇവിടെ പടച്ചുവിട്ടത്? അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ എന്തിനിവിടെ പെറ്റുപോറ്റുന്നു എന്ന് ചോദ്യം മനുഷ്യർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവനെ കുറിച്ച് അറിയില്ല. എന്തിനാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാ പോകുന്നത്? ധാരണയില്ല. റുബായിയാത്തിൽ ഉമർ ഖയ്യാം പറയുന്ന ഒരു വാക്കുണ്ട്, എന്നോട് ആലോചിക്കാതെ ജീവിതമെന്ന പുറപ്പ്, വിരിപ്പ് അല്ലെങ്കിൽ ജീവിതമെന്ന വസ്ത്രം എന്നെ അണിയിക്കപ്പെട്ടു. എന്നോട് ആലോചിച്ചില്ല, എനിക്കൊരു ജീവിതം തന്നു. ഈ ജീവിതത്തിൽ നൂറുകണക്കിന് ചിന്തകൾ ഞാൻ വ്യാപൃതനായി. എന്താണ് ജീവിതം എന്ന് പോലും എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയാതെ 1000 ചിന്തകളിലേക്ക് ഞാൻ കാട് കയറിയപ്പോ എന്നോട് ചോദിക്കാതെ എന്നെ മടക്കിയും കൊണ്ടുപോയി. ഞാൻ എന്തറിയാനാണെന്ന്. മനുഷ്യൻ നമ്മൾ ചോദിക്കാതെ നമുക്കൊരു ജീവിതഭാവം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാതെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ, ദൈവാസ്തിത്വത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരാതെ ശാന്തമായ ഒരു ഹൃദയം ഒരാൾക്കും ഉണ്ടാവുക. ഈ അസ്വസ്ഥതയും പുകച്ചിലുമാണ് സത്യത്തിൽ നിരീശ്വരവാദം എന്നുള്ളത്. അവരതുകൊണ്ട് വാർത്തകളിങ്ങനെ വായിലിങ്ങനെ വരുന്നതെല്ലാം പറയും. അവർക്കൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ പറയുന്ന ഈ പെട്ടെന്ന് മനസ്സുകളെ ഉരുപടക്കുന്നതും മനസ്സിന്റെ ബുദ്ധിക്ക് യോജിച്ചു എന്ന് തോന്നുന്നു ചെയ്യുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ മക്കള്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം തുറക്കാൻ എല്ലാ കോളേജുകളാണെങ്കിലും സ്കൂളുകളും ഒക്കെ തുറക്കാൻ നമ്മുടെ പാഠ്യപദ്ധതികളുടെ ഭാഗമായിട്ട് കയറിക്കൂടിയതൊക്കെ യുക്തിവാദങ്ങളാണ്. ഫ്രീ തിങ്കേഴ്സിനെ സൃഷ്ടിക്കുക, മതവിരുദ്ധ ചേരുവരായി മനുഷ്യരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ധാരണപ്രധാന എല്ലാ വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളും ഈ കൂട്ടത്തിൽ പോയിട്ട് അവസാനം നീ അള്ളാഹു റസൂൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പുച്ഛമാണ്, ചിലർക്ക് അഭിമാനമാണ്. ചില മുസ്ലിങ്ങളും ഞാൻ മുസ്ലിമാണ് പക്ഷെ അങ്ങനെ ഒരു മുസ്ലിം അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു സന്തോഷമാണ്. ഞാൻ അങ്ങനെ ഒരു മുസ്ലിം അല്ല എന്ന്. നിങ്ങൾ ഉദ്ദേശിച്ച് ഞാൻ മുസ്ലിമാണ്, മുസ്ലിം കുടുംബത്തിലെ ജനിച്ചത്, നിങ്ങൾ ഈ പറയും പോലെയുള്ള ഒരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ ചാനൽ ചർച്ചയിൽ, ചാനൽ റോഡ് ഷോയിൽ യാഷനായതുകൊണ്ട് റമദാൻ മാസത്തിൽ റോഡ് ഷോ നടക്കുമ്പോഴത്തേക്കുമാണ് 2 അവതാരകർ തമ്മിൽ ചൂട് കടുത്ത ചൂടാണ്, നമുക്ക് എങ്ങനെ ഉണ്ട് എന്ന്. ഞാൻ നോമ്പ് പിടിക്കാറൊന്നുമില്ല, ഞാൻ അങ്ങനെയുള്ള മുസ്ലിം അല്ല എന്ന്. ഒരു ഹിന്ദുവായ ഒരു റിപ്പോർട്ടർ, മുസ്ലിമായ റിപ്പോർട്ടറോട് ഈ ചൂടിൽ നിന്റെ നോമ്പെങ്കിലും എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു മുസ്ലിം ഒന്നുമല്ല, ഞാൻ ഈ പരിപാടിയൊന്നുമില്ല, യുക്തിക്ക് ചേരാത്ത ഒന്നിനോട് ഞാൻ ചേരാറില്ല. അയാൾ പറഞ്ഞ മറുപടി, അത് നീ നല്ല മുസ്ലിമാണെന്ന്. അയാൾ നല്ല മുസ്ലിമാണ്, സ്വാഭാവികമാണല്ലോ. അയാളാണ് മതേതര മുസ്ലിം. അയാൾക്ക് നിസ്കാരമില്ല, നോമ്പുമില്ല, അള്ളാഹുവില്ല, പള്ളിയില്ല, ഒന്നുമില്ല. അപ്പൊ നല്ല മുസ്ലിം. അയാൾ കറക്റ്റ് നിസ്കരിക്കാൻ പോകും, നോമ്പും പിടിക്കും. ഇവർക്ക് ജിഹാദികൾ, തീവ്രവാദികൾ, അത് പറയലാണ് ഇന്നത്തെ മാധ്യമ ധർമ്മം എന്നുള്ളത്. അപ്പൊ നീ നല്ല മുസ്ലിം എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, അയാൾ ഹാപ്പി. പക്ഷെ ഇത് ആലോചിക്കണം, ഒരു സമൂഹം, ഇതാരെ നമ്മൾ കുടുംബത്തിൽ ജനിച്ചിട്ട്, നമ്മളെ മക്കളായി ജനിച്ചിട്ട് വളർന്ന് വന്നൊരു കുട്ടിയാണ്. അവനാണ് ഇവിടെ എന്ത് ചെയ്തത്, ഞാൻ എന്റെ യുക്തിക്ക് നിരക്കാം, അവന് യുക്തിക്ക് നിരക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരാജയപ്പെട്ടു പോയതാണ്. നമ്മൾ സിസ്റ്റങ്ങളല്ലേ, രക്ഷകർത്താക്കളടക്കം ഈ ഉമ്മത്തിന്റെ സിസ്റ്റങ്ങളെല്ലാം താറുമാറായി പോയിട്ടില്ലേ? യുക്തി കൊണ്ട് ഈ ലോകത്തോട് സംവദിക്കുകയും ബുദ്ധിയും യുക്തിയും തുറന്നുകൊണ്ട് നിങ്ങൾ ലോകത്തോട് വരൂ. ബുദ്ധിയുടെ ചെപ്പ് തുറന്ന് നിങ്ങൾ ചിന്തിക്ക്, ആലോചിക്ക്. അവിടെയാണ് ഈ മതത്തെ അറിയാൻ കഴിയുന്നത്, അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നത് എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയോട് സംവദിക്കാൻ വന്ന ഈ മതത്തിന്റെ ആൾക്കാര് നമുക്കിടയിൽ ജനിച്ചിട്ടും ഈ ഖുർആൻ മുമ്പിലുണ്ടായിട്ടും നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ, കൂട്ടുകാരൊക്കെ മതം വിട്ടുപോകുന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട നമ്മുടെ സിസ്റ്റമല്ലേ? യുക്തിഭദ്രം അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എന്തുകൊണ്ട് നമ്മളെ കഴിയുന്നില്ല? അവർ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തുകൊണ്ട് മുൻകൂട്ടി നമുക്ക് കാണാൻ കഴിയുന്നില്ല? അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ? അള്ളാഹുവിന്റെ അസ്തിത്വം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ, അവന്റെ ഏകത്വം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ, വിശ്വാസപരമായ ഏത് കാര്യങ്ങളോടും അവർക്ക് ആത്മാർത്ഥത ഉണ്ടാവും. അത് മനുഷ്യനില്ലെങ്കിൽ, അവൻ തൃപ്തിയുള്ള ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവന് വെറുപ്പേ ഉണ്ടാവുള്ളൂ. സ്വാഭാവികമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ നിലയിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ആ സാഹചര്യം നിലനിൽക്കുന്ന ഇപ്പൊ ഞാൻ വിഷയം ഇതിനോട് ചേർത്ത് വായിക്കുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ഫോർമുലയുണ്ട്, സെയ്ദ് ബിൻ അംറിന്റെയും ഒരു ഫോർമുല. ഒരു പ്രവാചകന്റെയും പിന്തുണയില്ലാതെ മനുഷ്യൻ പറഞ്ഞൊരു വാചകമാണത്. ഒരു പ്രവാചകന്റെ പോലും വേദത്തിൽ പോലും എത്തി നോക്കിയിട്ടില്ല മനുഷ്യൻ. അദ്ദേഹം പറയാണ്, സൃഷ്ടിച്ചവനല്ലേ ദൈവമെന്ന്. ഈ ദൈവമുണ്ട്. അപ്പൊ ആരാണ് സൃഷ്ടാവ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ വളരെ ലളിതമായ ഇബ്രാഹിം നബിയുടെ മറുപടി, 5000-ഓളം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു മറുപടി ഉണ്ട്. അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവം. ഏതൊരു സാമാന്യ ബുദ്ധിക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഈ കാലഘട്ടത്തിലും പ്രസക്തമായിരിക്കുന്നത് എത്ര വലിയ വിദ്യാഭ്യാസം ഉള്ളവർ ഉൾക്കൊള്ളാവുന്ന ലളിതമായ മറുപടി, എന്നെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവം. അതാണ് സെയ്ദ് ബിൻ അംർ പറഞ്ഞത്. മനുഷ്യരെ ഈ ആടിനെ സൃഷ്ടിച്ചതാരാ? അവനല്ലേ നിങ്ങളുടെ ദൈവം. നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ ആടിനെ സൃഷ്ടിച്ചവൻ, മഴ പെയ്യിച്ചവൻ, അവന് വേണ്ടിയല്ലേ നിങ്ങൾ കുരുതി കൊടുക്കേണ്ടത്? അവനല്ലേ ബലി, അല്ലാതെ നിങ്ങൾ ആക്ക കൊടുക്കുന്നതെന്ന്. ഇതിനൊരു വേദത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് സത്യത്തിൽ ഒരു വേദഗ്രന്ഥത്തിന്റെ പോലും ആവശ്യമില്ല. ഈ ചിന്തകൾ ഏത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉദിക്കേണ്ട ചിന്തയാണ്. ആരാ ദൈവം എന്നുള്ള ചോദ്യത്തിന് എന്നെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവം എന്ന് പറയാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞാൽ ബാക്കി വഴി ഖുർആൻ കാണിക്കും.
എന്നെ സൃഷ്ടിച്ചവൻ എന്റെ ദൈവം എന്നുള്ള ചിന്ത. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നുബുവത്തിന്റെ ബലത്തിൽ എത്തിയതുമല്ല ചിന്തയിൽ. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ജനിച്ചു വീഴുന്ന കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് പൗരോഹിത്യ കുടുംബമാണ്. കളിമണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും വിഗ്രഹങ്ങൾ തീർത്ത് പൂജിക്കാൻ വെക്കുന്ന പൂജാരിയുടെ വീട്ടിൽ ജനിച്ചു വീണ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇതെല്ലാം കണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് അറിയാം, ഇത് കളിമണ്ണാണ്, ഇത് കല്ലാണ്, ഇതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല, പ്രാർത്ഥനകൾ സ്വീകരിക്കില്ല. ഒരു വിധത്തിലുള്ള ഒരു ഈച്ചയെ പോലും പറത്തിക്കളയാൻ കഴിയാത്ത, ദേഹത്തിരിക്കുന്ന ഒരു ഈച്ചയെ പോലും ഒന്ന് പോകാൻ പറയാൻ കഴിയാത്ത ഈ സാധനങ്ങളൊന്നും അല്ല. എന്നെ സൃഷ്ടിച്ചവൻ മറ്റാരുമാണ്, എന്റെ ദൈവം ഇതല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി ആ സമൂഹ മധ്യത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തയാണ്, ആ സത്യാന്വേഷണമാണ് നിഷ്പക്ഷമായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സത്യാന്വേഷണ സരണി ഉണ്ടല്ലോ, ആ പാത നമുക്കിന്നും മാതൃകയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണം ആകാശത്തേക്ക് ഉയർന്നു. ആകാശത്തേക്ക് നോക്കിയിട്ട് ആകാശം കണ്ടിട്ട് പറയണം, നക്ഷത്രങ്ങളാണോ ദൈവം? ഇവരെല്ലാം മുകളിലുണ്ടല്ലോ ടീമായിട്ട്, അവിടെ നമ്മളെയൊക്കെ നോക്കുന്നു, നമ്മളെ സൃഷ്ടിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, അങ്ങനെയാണോ കാര്യങ്ങൾ? ഇവിടെ ഒരു ഹൈന്ദവനായ ഒരു സിനിമാ നടൻ എന്നോട് മതത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഹിന്ദു ആചാരങ്ങളും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അയാൾ അവിടെ പരതി അവസാനം പറഞ്ഞത്, അവസാനം അയാൾക്ക് വിശ്വാസമില്ല. അവസാനം എന്റെ ദൈവം സൂര്യനാണെന്ന് അല്ലാന്ന് പറയണം. എന്റെ ദൈവം സൂര്യനാണ് ഇവിടെ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നത്. നോക്ക് നിങ്ങൾ എത്ര വലുതാണ്. ഒരു സിനിമ കാണാൻ ആ നിമിഷത്തിലെ ആ ചിന്ത പോയി എത്തിയത് അവസാനം സൂര്യൻ, അതിന് അപ്പുറത്തോട്ട് അയാൾക്കറിയില്ല. സൂര്യനാണ്, അവര് ഹൈന്ദവനാണ്, സിനിമാണ്, ബൈജു ആണ്. അയാൾ പറഞ്ഞത് ഈ ഒരു വിശ്വാസമാണ്. സൂര്യനിലെത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോകുന്ന റൂട്ടറിനാണ് നക്ഷത്രങ്ങൾ, അതിന് ചന്ദ്രൻ. നക്ഷത്രം ചെറുതല്ലേ, അതിനേക്കാൾ വലിയ ആള് ചന്ദ്രൻ. അപ്പൊ അതുമല്ല, അസ്തമിച്ചു പോയതിനൊന്നും പ്രസക്തിയില്ല. പകൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ പകൽ നക്ഷത്രമായ സൂര്യനായിരിക്കുമോ എന്നും ആ ചിന്തകളും അദ്ദേഹം മുന്നോട്ട് പോയി. ഇല്ല, അതിനും അസ്തമയമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മുഴുവൻ വേറെയുണ്ട്. ആകാശങ്ങളെയും ഭൂമികളെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പടച്ചവനെ, നീയാണ് എന്റെ ദൈവമെന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ചിന്തയുടെ വഴി നമ്മൾ പോകണം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്കും അക്ഷരങ്ങൾ വീഴുന്നതല്ല, മനുഷ്യന് ചിന്തകൾ തുറക്കുക, ആലോചിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും എത്തി നിൽക്കാവുന്ന അവസാന സ്റ്റോപ്പ് ദൈവം അള്ളാഹുവിലാണ്. ആ അള്ളാഹുവിലെത്തി നിൽക്കും, അതിനപ്പുറത്തോട്ടില്ല. അതിനപ്പുറത്തുള്ള ചോദ്യങ്ങളും അന്നും ഇന്നും ഉണ്ട്. അപ്പൊ ദൈവം ഉണ്ട് എന്ന് പറയുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ആ ദൈവത്താരാ ഉണ്ടാക്കിയതെന്ന്. നബിയുടെ മുമ്പിൽ ചോദ്യമായിട്ട് വന്നു, കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കേണ്ടി വന്നു. കാരണം അത് അറ്റമായ ഒരു കാര്യത്തിന്, അറ്റത്തിന്റെ അറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്താ പറയാ, മുകളിൽ ഏറ്റവും മുകളിലാണ്. മുകളിന്റെ മുകൾ എന്താണെന്ന് വെച്ചാൽ മുകളിനപ്പുറത്ത് ഒന്നുമില്ല, അതിനുള്ളത് ഒരു എന്തുണ്ട്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് ആദ്യം എന്നുള്ളതിരിക്കുമ്പോ അതിനപ്പുറത്തേക്കുള്ള ചോദ്യം പോലും പ്രസക്തമല്ല. പ്രസക്തമല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി അലയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനുണ്ട്. എന്തായാലും ഇത്ര ചുരുക്കത്തിൽ മനസ്സിലാക്കുക, നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് അംഗീകരിക്കാവുന്ന ഒരു പോയിന്റ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഖുർആനും നമ്മുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. നമ്മളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. അല്ലാഹു ചിന്തിക്കാനും ഗ്രഹിക്കാനും തോൽപ്പിക്കാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ തഖ്വയിൽ ജീവിക്കണമെന്ന് ഞാൻ എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ സയ്യിദ് ബിൻ അംർ അദ്ദേഹം മക്കയിൽ നിന്ന് നടത്തുന്ന ആ പ്രഖ്യാപനം, നിങ്ങളൊക്കെ സൃഷ്ടിച്ചവൻ, ഈ ആടുമാടുകളെ സൃഷ്ടിച്ചവൻ, അവനാണ് ദൈവം, അവനെ മാത്രമേ പേര് പാടുള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അടിക്കുകയും അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അന്ന് അദ്ദേഹം മാത്രമല്ല, നബിക്ക് മുമ്പും ആ സമാന ചിന്താഗതി കരുതുന്നുമല്ല. ഇബ്രാഹിം മില്ലത്തുന്നൊരു മതം, നമ്മുടെ പാരമ്പര്യമുള്ള പഴയകാല ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ വന്ന് നിൽക്കുന്നതാണ് ഈ ഗേഹമൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഏകദൈവ വിശ്വാസമാണ്. അതിന്റെ ഒരു റൂട്ട് മാപ്പൊന്നും കിട്ടുന്നില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് അതാണ് ശരിയായ മതം. ആ മതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് എന്ന നിലയിൽ വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. 3-4 സംഘം, ഒരു വനിത അടക്കം, വർക്കത്ത് പിന്നെ നൗഫലൊക്കെ ഇതിന്റെ ഭാഗമായുള്ള ആൾക്കാർ. 4 സംഘം ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മതം നേടി നമുക്ക് തേടിയിട്ട് ഒരു യാത്ര നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 പേരും, ഈ ക്യാപ്റ്റൻ ദേഹമാണ് സയ്യിദ് ബിൻ അംർ. ഇവർക്ക് ഈ 4 പേരും, എനിക്ക് 3 പേർ പുരുഷന്മാർ 3 പേരും യാത്ര പോകുന്നുണ്ട്. ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്, ഒരുപാട് യൂതമതങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ക്രൈസ്തവ മതത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും അവർക്ക് തൃപ്തിയാകാൻ കഴിയുന്നില്ല. ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന നിലയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാകത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ ഒരാൾ നിരാശനായി മടങ്ങിപ്പോയി. രണ്ടാമത് വർക്കത്ത് ബിൻ നൗഫൽ ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം അദ്ദേഹം അതിൽ തൃപ്തനാകാൻ തയ്യാറായി. പക്ഷെ സയ്യിദ് ബിൻ അംർ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പിന്നെ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നു.
എല്ലാത്തിനും ഒടുവിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിവ് എന്നുള്ളത് ഇബ്രാഹിം മതത്തിനെ കുറിച്ച് നിങ്ങൾ ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു നവോത്ഥാന നായകനായിട്ട് ഒരാൾ വരുന്നുണ്ട്, അത് നിങ്ങളുടെ നാട്ടിലുമാണ്. നിങ്ങൾ മക്കത്തേക്ക് പോകും, അവിടെ ആൾ വരാനുള്ള സമയം ആയിട്ടുണ്ടല്ലോ എന്നതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻഫർമേഷൻ. ഒരു പ്രവാചകൻ വരാനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഇബ്രാഹിം മതത്തിന്റെ ഒരു പിന്തുടർച്ചയാണ് ആവശ്യമെങ്കിൽ അത് നിങ്ങളുടെ നാട്ടിൽ തന്നെ രൂപപ്പെടുമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി വരുന്ന വഴിയിൽ വളരെ പ്രതീക്ഷയോടെ മടങ്ങി വരികയാണ്. അദ്ദേഹത്തെ കൊള്ള സംഘം പറയുന്നതും ആ യാത്രാ സംഘത്തിലുള്ളവരെ ആക്രമിച്ചുകൊണ്ടും ഇദ്ദേഹത്തെ കൊന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വധിക്കപ്പെടുന്ന നിമിഷത്തിൽ അള്ളാഹു നടത്തുന്ന പ്രാർത്ഥന, അള്ളാഹുവെ പ്രവാചകരുടെ കൂടിക്കാഴ്ചയും ഇസ്ലാം ആശ്രയിക്കണമെന്ന് എനിക്ക് നീ നിശ്ചിതമാക്കിയെങ്കിലും എന്റെ മകന് നീ കൊടുക്കണേ എന്നൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് സഈദ് ബിൻ സൈദ് റളിയല്ലാഹു തആല അൻഹു. 10 പേർക്ക് അള്ളാഹു റസൂലിന്റെ സ്വർഗം കൊടുക്കാമെന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഈ സഈദ് ബിൻ സൈദ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അളിയനാണ്. ഈ അളിയൻ കാരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഫാത്തിമയുടെ ഭർത്താവാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടി എന്നുള്ളത് ഈ പിതാവിന്റെ കൂടി പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. ആ പിതാവിനെ കുറിച്ച് റസൂൽ പിന്നെ സംസാരിച്ചതായിട്ട് ഹദീസുകൾ കാണാൻ കഴിയും. സെയ്ദ് ബിൻ അംർ അയാൾ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന്. നുബുവത്തുമായി വരുന്നതിന് മുമ്പ് തന്നെ ഈ തൗഹീദ് തേടി നടത്തിയ ആ ത്യാഗത്തിനും യാത്രയ്ക്കുമുള്ള അംഗീകാരമാണ് എന്ന് ഒരു ഒറ്റ ജനതയായിട്ട് ആ മനുഷ്യനെ പുനർജീവിപ്പിക്കുമെന്ന് പറയുന്ന ഹദീസുകൾ വരുന്നുണ്ട്. അതിന് ആദ്യകാലഘട്ടത്തോളം ശരിയാണെന്ന് അറിയില്ല, എന്നാലും അങ്ങനെ ഹദീസുകൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു ചരിത്രത്തിന്റെ പൂർത്തീകരണമാണ് ഞാൻ ഇവിടെ നടത്തിയത്. എന്നാലും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സത്യാന്വേഷിക്ക് അള്ളാഹു മാർഗം കാണിക്കുക തന്നെ ചെയ്യും. അവരുടെ പ്രയത്നങ്ങൾക്കും അവരുടെ സമരങ്ങൾക്കും അവരുടെ പ്രാർത്ഥനകൾക്ക് പോലും പ്രത്യേക സ്വീകാര്യതയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ സായാഹ്നം എന്നുള്ളത്, അദ്ദേഹത്തിന്റെ മകത്തിന് കിട്ടിയ അംഗീകാരം എന്നുള്ളത്. അതുകൊണ്ട് നീ സത്യാന്വേഷണം അത് ജീവിതത്തിൽ ഉടനീളം, അപ്പൊ മരണം വരെയും മനുഷ്യൻ ഏറ്റവും വലിയ അഭ്യസിക്കുന്ന ആളായിരിക്കണം, ഏറ്റവും വലിയ സത്യാന്വേഷിയായി നിൽക്കണം വിശ്വാസികൾ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അള്ളാഹു ചിന്തിക്കാൻ, കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.